അപ്രതീക്ഷിതമായി അടച്ചുപൂട്ടപ്പെട്ട ഒരു വിപണി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസേന എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ടൺ കോഴിയിറച്ചിയും മുട്ടയും ഒരൊറ്റ പ്രഖ്യാപനത്തോടെ നിർത്തിവെക്കപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളോ പകർച്ചവ്യാധിയുടെ പുതിയ ഭീഷണിയോ അതോ ആഗോള പൗൾട്രി വ്യാപാരത്തെ തന്നെ മാറ്റിമറിക്കുന്ന വലിയ മുന്നറിയിപ്പോ? ഭക്ഷ്യപ്രേമികളെയും അന്താരാഷ്ട്ര കയറ്റുമതിക്കാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് സൗദി അറേബ്യ ലോകത്തിലെ 40 പ്രമുഖ രാജ്യങ്ങളിൽ നിന്നുള്ള പൗൾട്രി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇത് ആഗോള ഭക്ഷ്യ വ്യാപാരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ഒരു നിർണായക തീരുമാനമായി മാറുകയാണ്. ഇന്ത്യയെ കൂടാതെ അഫ്ഗാനിസ്ഥാൻ, ജർമ്മനി, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് പൂർണ്ണ നിരോധനമുള്ളത്. കൂടാതെ അമേരിക്ക, ഇറ്റലി, ഓസ്ട്രേലിയ തുടങ്ങിയ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഭാഗിക നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും വിപണിയിലെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുമാണ് ഈ കടുത്ത നടപടിയെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഭീഷണി ഒഴിയുന്ന മുറയ്ക്ക് നിരോധനം പുനഃപരിശോധിക്കുമെങ്കിലും ഇത് എത്ര കാലം നീണ്ടുനിൽക്കുമെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ആകെ കൂടി നോക്കുമ്പോൾ സൗദി അറേബ്യയുടെ ഈ ഇറക്കുമതി നിരോധനം വെറും ആരോഗ്യ മുൻകരുതൽ നടപടി എന്നതിലുപരി ആഗോള ഭക്ഷ്യവ്യാപാര ശൃംഖലയെ ബാധിക്കുന്ന നിർണായക സാമ്പത്തിക സംഭവമായി മാറുകയാണ്. ഇന്ത്യ പോലുള്ള കയറ്റുമതി ആശ്രിത രാജ്യങ്ങൾക്ക് ഇത് താൽക്കാലിക വിപണി നഷ്ടം മാത്രമല്ല, ഭാവിയിൽ കൂടുതൽ കർശനമായ അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ നേരിടേണ്ട പുതിയ യാഥാർത്ഥ്യത്തിന്റെ സൂചന കൂടിയാണ്. സൗദി വിപണി ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് സ്ഥിരതയുള്ളതും ഉയർന്ന ആവശ്യകതയുള്ളതുമായ ലക്ഷ്യസ്ഥാനമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിലക്ക് സാമ്പത്തിക സമ്മർദ്ദം മാത്രമല്ല, ഉൽപാദന ശൃംഖലയിലുടനീളം തൊഴിലവസരങ്ങൾക്കും വിലസ്ഥിരതക്കും സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ആഭ്യന്തര വിപണിയിൽ അധിക വിതരണവും വിലയിടവും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉയരുമ്പോൾ സർക്കാർ ഇടപെടലുകളും പുതിയ വിപണികൾ കണ്ടെത്താനുള്ള തന്ത്രങ്ങളും നിർണായകമാകും. അതേസമയം ഈ സംഭവവികാസം ആഗോള വ്യാപാരത്തിൽ വിശ്വാസവും നിലവാരവും എത്രത്തോളം നിർണായകമാണെന്നത് വീണ്ടും തെളിയിക്കുന്നു. ആരോഗ്യ സുരക്ഷയും വ്യാപാര താൽപര്യങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുകയാണ് ഇനി രാജ്യങ്ങൾക്കുള്ള വലിയ വെല്ലുവിളി. അതിനാൽ തന്നെ ഈ പ്രതിസന്ധി ഇന്ത്യൻ പൗൾട്രി മേഖലയ്ക്ക് ഒരു തിരിച്ചടിയായി മാത്രം കാണാതെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും കയറ്റുമതി തന്ത്രങ്ങളുടെ പുനർനിർമ്മാണത്തിനും വഴിയൊരുക്കുന്ന ഒരു തീരുമാനമായി മാറുമെന്നത് സംശയമില്ല.